അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്, സ്പെൽ ചെക്കിംഗ് ആണ്. അപ്പോൾ അതാ നോക്കിയേ, നമുക്ക് ഏറ്റവും അറിയാവുന്നതും എന്നാൽ തെറ്റിപ്പോകുന്നതുമായിട്ടുള്ള ചിലതാണ്. അഡ്രസ് അല്ലേ? അഡ്രസ്സിന്റെ സ്പെല്ലിങ് ആഡ് ഡ്രസ് എന്ന് ഓർത്താൽ മതി. 2 D ഉണ്ട്, 2 S ഉണ്ട്. ഓക്കെ, അഡ്രസ് ആഡ് ഡ്രസ്. ഓക്കെ, ആഡ് ഡ്രസ്. ഓക്കെ, AD ഒരു ആഡേ ഉള്ളു കേട്ടോ, ആഡ് ഡ്രസ്. ഓക്കെ, അടുത്തത് സൂപ്രണ്ടന്റ്. എളുപ്പമാണ് പഠിക്കാൻ, എഴുതുന്നത് വേറെ രീതിയിലാണെങ്കിൽ എളുപ്പമാണ് പഠിക്കാൻ. സൂപ്പർ ഇൻറ്റൻഡന്റ്. ഓക്കെ, സൂപ്പറിൻറ്റൻഡന്റ് കൂടെ അങ്ങ് പഠിച്ചോണേ. ഓക്കെ, അടുത്തതാണ് പാരലൽ. എന്ന് വെച്ചാൽ എന്താണ്? സമാന്തരമായി പോകുന്നത് അല്ലേ? ഒരേ ഇടയും കൂട്ടിമുട്ടാതെ ഒരേ അകലത്തില് നീണ്ടു പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള് പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാരലലിൽ എന്തുണ്ട്? ഒരു പാരലൽ ലൈൻ ഉണ്ട് ഇടയ്ക്ക്. LLEL. ഓക്കെ, LLEL. പാരലലിലും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു പാരലൽ ലൈൻ ഉണ്ട്, പാരലൽ. ഓക്കെ, അടുത്താണ് സാറ്റലൈറ്റ്. നമുക്കറിയാം, പക്ഷെ നമ്മൾ തെറ്റിക്കും. സാറ്റലൈറ്റ് തെറ്റാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? സാറ്റൽ പിന്നെയാണ് ലൈറ്റ് മറ്റേ ലൈറ്റ് അല്ല, LIGHT ലൈറ്റ് അല്ല, LIT ലൈറ്റ് ആണ്. സാറ്റൽ, SATEL, അത്രയും വരെ ഓർത്തിരിക്കുക. പിന്നീട് ലൈറ്റ്. അപ്പൊ അതിനകത്ത് 2 L ഉണ്ട് കേട്ടോ, നമുക്ക് എപ്പോഴും തെറ്റിപ്പോവും. നമ്മൾ ഒരു L എഴുതും. അപ്പൊ സാറ്റലൈറ്റ് ഇതാണ് അവിടെ വരുന്നത്. അടുത്തതോ വേക്കൻസിയിൽ ഒരു CA ഉള്ളൂ, ഒരു ക്യാനേ മതി. ക്യാനാണ് വരുന്നത്, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. വാക്കൻസി കേട്ടോ. അപ്പൊ എന്താണ്? വേക്കൻസി, VACANCY. അപ്പൊ ഒരു CA വരുന്നുള്ളൂ. ഓക്കെ ആണേ. ഇനിയോ സെക്രട്ടറി. സീക്രട്ട്, SECRET. അറിയാവുന്ന ആരാണോ അത് അറിയാവാൻ പേരാവാം. ARY. ഓക്കെ, സീക്രട്ട് ആണ് എന്തെന്ന് പറയുന്നത്? സെക്രട്ടറി. ഓക്കെ, സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്യൂറോയുടെ സ്പെല്ലിംഗ് ഒന്ന് കമന്റ് ചെയ്യൂ.